സർ, ദുരന്തത്തിൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. ആ പരിക്കേറ്റതായ ആളുകളുടെ തുടർ ചികിത്സ നിങ്ങൾ ആലോചിച്ച് നോക്കണം. സർ, ഫെബ്രുവരി മാസത്തിലാണ് അതിന്റെ ഒരു കരട് ഓർഡർ നിങ്ങൾ ഇറക്കുന്നത്. ഈ കഴിഞ്ഞ മാസം തുടർ ചികിത്സ സർ, എത്ര ആളുകളെ ചികിത്സക്ക് ഞങ്ങൾ ആശുപത്രിയിലേക്ക് വിളിച്ചെന്നറിയോ? ഞാൻ സർക്കാരിന് മുമ്പിൽ അപേക്ഷ നൽകിയല്ലോ, ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകിയല്ലോ, ഞാൻ ആരോഗ്യമന്ത്രിയോട് നേരിട്ട് പറഞ്ഞല്ലോ, നിങ്ങളോട് പറഞ്ഞല്ലോ. എന്താണ് സർ താമസം? എന്നിട്ടോ നിങ്ങൾ അതിനുവേണ്ടി മാറ്റിവെച്ച തുക എത്രയാണെന്നറിയോ? SDRF ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപ. സർ, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങൾ പിന്നെ ബാക്കി കൊടുക്കാമെന്ന് നിങ്ങൾ ഇപ്പൊ മറുപടി പറയുമ്പോൾ പറയും. പക്ഷെ ആലോചിക്കേണ്ട ഒരു കാര്യം, തുടർ ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങളുടെ കയ്യിൽ ജനം കൊടുത്തതായ 750 കോടി രൂപയുണ്ട്. സർ, ആ കോടി രൂപയിൽ നിന്ന് 1 കോടിയോ 2 കോടിയോ മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ ഒരു കാര്യം ഇതിൽ വിഷയമല്ലാത്തത് കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കൊലപാതകളായ ക്രിമിനലുകൾക്ക് സംരക്ഷണം കൊടുക്കാൻ നിങ്ങൾ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത് സർ 125 ലക്ഷം രൂപയാണ്. പാവപ്പെട്ട ദുരന്തബാധികളുടെ ചികിത്സക്ക് നിങ്ങൾ ചെലവഴിക്കുന്ന തുക 5 ലക്ഷം. അതിനുള്ള മാനദണ്ഡം നിങ്ങൾ തീരുമാനിച്ചത് ഈ ഫെബ്രുവരി മാസത്തിൽ. സർ, ഒരു സർക്കാരിന്റെ സാന്നിധ്യം ഇവിടെയുണ്ടോ? ഒരു സർക്കാരിന്റെ ഏകോപനം ഇവിടെയുണ്ടോ? സർ, പുനരധിവാസത്തിന്റെ സ്ഥലം നിശ്ചയിച്ചു. സർ, NDMA ആക്ട് അനുസരിച്ച് പുനരധിവാസം ആരുമായി ആലോചിക്കണം? ദുരന്തബാധിതരുമായി ആലോചിക്കണം. ഇവിടെ ഗവൺമെന്റ് തീരുമാനിച്ചു 7 സെന്റ് സ്ഥലം കൊടുക്കാൻ. ആദ്യം നിങ്ങൾ തീരുമാനിച്ചു 10 സെന്റ് സ്ഥലം നെടുമ്പാല എസ്റ്റേറ്റിൽ കൊടുക്കാൻ, 5 സെന്റ് സ്ഥലം കൽപ്പറ്റ എർസൺ എസ്റ്റേറ്റിൽ കൊടുക്കാൻ. അന്നത്തെ തീരുമാനം തന്നെ നിങ്ങൾ തെറ്റായിരുന്നു. എന്താ കാരണം? ദുരന്ത ബാധിതരെ മാർക്കറ്റ് വിലയുടെ അടിസ്ഥാനത്തിൽ 2 തിരിക്കാൻ അന്ന് നേതൃത്വം കൊടുത്തവരാണ് നിങ്ങൾ. അത് കഴിഞ്ഞ് ഇപ്പം നിങ്ങൾ തീരുമാനിച്ചു 7 സെന്റ് കൊടുക്കാൻ. നിങ്ങൾ ആലോചിക്കണം, അവിടെയുള്ളവർ 50 സെന്റ്, 25 സെന്റ്, 2.5 ഏക്കർ, 5 ഏക്കർ, 12 ഏക്കർ ഒക്കെയായി ജീവിച്ചതായിരിക്കുന്ന ആളുകളാണ്. അവർക്ക് ഞങ്ങൾ വളരെ ഗൗരവതരമായി സർക്കാരിന് മുമ്പിൽ വെക്കുന്നു. നിർബന്ധമായും 10 സെന്റ് ഭൂമിയെങ്കിലും ഇല്ലാത്തതായ പുനരധിവാസം ഒരിക്കൽ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ ആകില്ല. അത് ചെയ്യരുത്, പുനഃപരിശോധിക്കണം എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്. സർ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 8 മാസം കഴിയുമ്പോ ജീവനോപാധി തിരിച്ചു നൽകില്ല, ഭക്ഷണത്തിന്റെ കൂപ്പൺ കൊടുത്തില്ല, 300 രൂപ ദിനപത്ത് നിർത്തി, വാട്ടർ അതോറിറ്റിയുടെ ബില്ല് വരിക ദുരന്തബാധിതർക്ക്, KSEBയുടെ ബില്ല് വരികയാണ് ദുരന്തബാധിതർക്ക്. 6 മാസം കഴിയുമ്പോ കടങ്ങൾ ഒരു രീതിയിലും സർ, ഇത്രയും ഗുരുതരമായ സാഹചര്യം 8 മാസക്കാലമായി ഒരു വീടിന്റെ തറക്കല്ല് പോലും ഇടാതെ ഒരു സർക്കാർ മുന്നോട്ട് പോകുന്നു. ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സർ.